പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എന്ന +1 അക്കൗണ്ടൻസിയുടെ 7ാമത്തെ ചാപ്റ്ററാണ്. ഇന്ന് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആൻഡ് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒന്നാണിത്. എന്തെല്ലാമാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഒന്നാമത്തെ വ്യത്യാസം, ഇൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം എവറി ഇയർ. In fixed installment method, the amount of depreciation is same every year. Fixed installment methodil depreciation തുക എല്ലാ വർഷങ്ങളിലും തുല്യമാണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എല്ലാ വർഷങ്ങളിലും തുല്യമാണ്. അതേസമയം റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലോ, ഇൻ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് സെയിം എവറി ഇയർ. The amount of depreciation is not the same every year. എല്ലാ വർഷങ്ങളിലും ഡിപ്രീസിയേഷൻ തുക തുല്യമല്ല. എല്ലാ വർഷങ്ങളിലും ഡിപ്രീസിയേഷൻ തുക തുല്യമല്ല. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ എല്ലാ വർഷങ്ങളിലും ഡിപ്രീസിയേഷൻ എമൗണ്ട് തുല്യമാണ്. എന്നാൽ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ തുക എല്ലാ വർഷങ്ങളിലും തുല്യമല്ല. 2. In fixed installment method, depreciation is calculated on original cost of assets. In fixed installment method, depreciation is calculated on original cost of assets. Fixed installment methodil അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിന്മേൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നു. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിന്മേലാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. എന്നാൽ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലോ, ഇൻ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് അസെറ്റ്സ്. ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് അസെറ്റ്. അസറ്റിൻ്റെ റിട്ടൺ ഡൗൺ വാല്യൂവിന്മേലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ അസറ്റിൻ്റെ റിട്ടൺ ഡൗൺ വാല്യൂവിന്മേലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. എന്താണ് റിട്ടൺ ഡൗൺ വാല്യൂ? ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷം ലഭിക്കുന്ന അസറ്റിൻ്റെ വിലയെയാണ് റിട്ടൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് അസറ്റ് ബിക്കം സീറോ ഓർ സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് പീരിയഡ്. ദ വാല്യൂ ഓഫ് അസറ്റ് ബിക്കം സീറോ ഓർ സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് പീരിയഡ്. അസറ്റിൻ്റെ ലൈഫ് പീരിയഡിൻ്റെ അവസാനത്തിൽ അസറ്റിൻ്റെ വില 0 അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂയോ ആകുന്നു. അസറ്റിൻ്റെ ലൈഫ് പീരിയഡിൻ്റെ അവസാനത്തിൽ ആസ്തിയുടെ വില 0 അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂയോ ആകുന്നു. ഇൻ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്സ് ദ വാല്യൂ ഓഫ് അസറ്റ് ഈസ് നോട്ട് റെഡ്യൂസ്ഡ് ടു 0 ഓർ സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് പീരിയഡ്. The value of assets is not reduced to 0 or scrap value at the end of its life period. അസറ്റിൻ്റെ ലൈഫ് പീരിയഡിൻ്റെ അവസാനത്തിൽ ആസ്തിയുടെ വില 0 അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂവിലേക്കോ കുറയുന്നില്ല. അസറ്റിൻ്റെ വാല്യൂ ലൈഫ് പീരിയഡിൻ്റെ അവസാനത്തിൽ 0 അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂവിലേക്കോ കുറയുന്നില്ല. Fixed installment method is suitable for the assets of lesser value and less longer period. It is suitable for the assets of lesser value and less longer life. വില കുറവുള്ളതും അതുപോലെ തന്നെ കുറഞ്ഞ കാലദൈർഘ്യമുള്ളതുമായ ആസ്തികൾക്ക് അനുയോജ്യമാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. കുറഞ്ഞ വിലയുള്ളതും അതുപോലെ തന്നെ കുറഞ്ഞ കാലദൈർഘ്യമുള്ളതുമായ ആസ്തികൾക്ക് അനുയോജ്യമാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്സ്. റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ അസറ്റ്സ് ഓഫ് മോർ വാല്യൂ ആൻഡ് ലോങ്ങർ ലൈഫ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദി അസറ്റ്സ് ഓഫ് മോർ വാല്യൂ ആൻഡ് ലോങ്ങർ പീരിയഡ്. കൂടുതൽ വിലയും ദൈർഘ്യമേറിയ
ലൈഫും കാലയളവോടും കൂടിയ ആസ്തികൾക്ക് അനുയോജ്യമാണ് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. കൂടുതൽ വിലയും ദൈർഘ്യമേറിയ കാലയളവുകളോട് കൂടിയ ആസ്തികൾക്ക് അനുയോജ്യമാണ് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. നെക്സ്റ്റ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഈസ് നോട്ട് അപ്രൂവ്ഡ് ബൈ ടാക്സ് അതോറിറ്റീസ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഈസ് നോട്ട് അപ്രൂവ്ഡ് ബൈ ടാക്സ് അതോറിറ്റീസ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ടാക്സ് അധികാരികൾ അംഗീകരിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് അപ്രൂവ്ഡ് ബൈ ടാക്സ് അതോറിറ്റീസ്. Reducing installment method is approved by tax authorities. Reducing installment method ആര് അംഗീകരിക്കുന്നു? ടാക്സ് അതോറിറ്റീസ് അംഗീകരിക്കുന്നു. ഏതെല്ലാമാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ തുക എല്ലാ വർഷങ്ങളിലും തുല്യമാണ്. റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ തുക എല്ലാ വർഷങ്ങളിലും തുല്യമല്ല. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിന്മേൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നു. എന്നാൽ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ അസറ്റിൻ്റെ റിട്ടേൺ ഓൺ വാല്യൂവിന്മേലാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ അസറ്റിൻ്റെ ലൈഫ് പീരിയഡിൻ്റെ അവസാനത്തിൽ അസറ്റിൻ്റെ വില 0 അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂവോ ആകുന്നു. എന്നാൽ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ അസറ്റിൻ്റെ ലൈഫ് പീരിയഡിൻ്റെ അവസാനത്തിൽ അസറ്റിൻ്റെ വില 0 അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂവിലേക്കോ കുറയുന്നില്ല. വില കുറവുള്ളതും കുറഞ്ഞ കാലദൈർഘ്യമുള്ളതുമായ ആസ്തികൾക്ക് അനുയോജ്യമാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. എന്നാൽ കൂടുതൽ വിലയും ദൈർഘ്യമേറിയ ലൈഫും അല്ലെങ്കിൽ കാലയളവോടും കൂടിയ ആസ്തികൾക്ക് അനുയോജ്യമാണ് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ടാക്സ് അതോറിറ്റീസ് അംഗീകരിക്കുന്നില്ല. എന്നാൽ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ടാക്സ് അതോറിറ്റീസ് അംഗീകരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് റിസർവും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചാണ്. റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ്, കരുതൽ എന്നാണ് ഈ രണ്ട് പദത്തിൻ്റെയും അർത്ഥം. പക്ഷേ ഇവ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് സാധാരണ റിസർവും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സാധാരണമായിട്ട് ചോദിക്കാറുണ്ട്. ആദ്യമായി നമ്മൾ റിസർവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് റിസർവ്? ഇറ്റ് റെഫേഴ്സ് ടു ദി എമൗണ്ട് സെറ്റ് അസൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഫോർ മീറ്റിംഗ് അൺഎക്സ്പെക്റ്റഡ് കണ്ടിൻജൻസീസ്. It refers to the amounts set aside out of profits for meeting unexpected contingencies. പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങൾ നികത്തുന്നതിന് വേണ്ടി ലാഭത്തിൽ നിന്നും മാറ്റിവെക്കുന്ന തുകയെ സൂചിപ്പിക്കുന്നതാണ് റിസർവ്. പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങൾ നികത്തുന്നതിന് വേണ്ടി ലാഭത്തിൽ നിന്നും മാറ്റിവെക്കുന്ന തുകയെ സൂചിപ്പിക്കുന്നതാണ് റിസർവ്. ഇവയ്ക്ക് പ്രധാനമായും രണ്ട് ഒബ്ജക്റ്റീവ്സാണ് ഉള്ളത്, രണ്ട് ലക്ഷ്യങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഒന്ന്, ടു മീറ്റ് ദി അൺഎക്സ്പെക്റ്റഡ് ലോസസ് ഓർ കണ്ടിൻജൻസീസ്. ടു മീറ്റ് ദി അൺഎക്സ്പെക്റ്റഡ് ലോസസ് ഓർ കണ്ടിൻജൻസീസ്, പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങളും അത്യാഹിതങ്ങളും നിറവേറ്റുക. പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ അല്ലെങ്കിൽ അത്യാഹിതങ്ങൾ നിറവേറ്റുക എന്നതാണ് റിസർവിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തേത് to strengthen the financial position for the expansion of the business. To strengthen the financial position for the expansion of the business. ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രബലപ്പെടുത്തുക. ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ പ്രബലപ്പെടുത്തുക. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സാണ് റിസർവിന് ഉള്ളത്. ഒന്ന്, പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ അല്ലെങ്കിൽ അത്യാഹിതങ്ങൾ നിറവേറ്റുക. രണ്ട്, സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രബലപ്പെടുത്തുക. കൈൻഡ്സ് ഓഫ് റിസർവ്, റിസർവിൻ്റെ തരങ്ങൾ. പ്രധാനമായും റിസർവുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. റിസർവ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു റവന്യൂ റിസർവ് ആൻഡ് ക്യാപിറ്റൽ റിസർവ്. റിസർവുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് റവന്യൂ റിസർവും രണ്ട് ക്യാപിറ്റൽ റിസർവും. ആദ്യത്തേത് നമ്മൾ നോക്കുന്നത് റവന്യൂ റിസർവ്. എന്താണ് റവന്യൂ റിസർവ്? റവന്യൂ റിസർവ് ഈസ് ദ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്. റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് ഈസ് കാൾഡ് റവന്യൂ റിസർവ്.
റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന റിസർവിനെയാണ് റവന്യൂ റിസർവ് എന്ന് പറയുന്നത്. റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന റിസർവിനെയാണ് റവന്യൂ റിസർവ് എന്ന് പറയുന്നത്. എന്താണ് റവന്യൂ പ്രോഫിറ്റ്? റവന്യൂ പ്രോഫിറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ദ നോർമൽ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ദ നോർമൽ ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ്. ഒരു സ്ഥാപനത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്നും നേടുന്ന ലാഭമാണ് റവന്യൂ പ്രോഫിറ്റ്. പലചരക്ക് കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി ആ പലചരക്ക് കച്ചവടത്തിൽ നിന്നും നേടുന്ന ലാഭത്തെയാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്നും നേടുന്ന ലാഭത്തെയാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. റവന്യൂ റിസർവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. റവന്യൂ റിസർവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. എന്താ റവന്യൂ റിസർവ് എന്ന് പറഞ്ഞാൽ? റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കിയ റിസർവിനെയാണ് റവന്യൂ റിസർവ് എന്ന് പറയുന്നത്. എന്താണ് റവന്യൂ പ്രോഫിറ്റ്? ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്നും നേടുന്ന ലാഭമാണ് റവന്യൂ പ്രോഫിറ്റ്. ഇവിടെ റവന്യൂ റിസർവുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്പെസിഫിക് റിസർവ്, സ്പെസിഫിക് റിസർവ്സ് ആൻഡ് ജനറൽ റിസർവ്. സ്പെസിഫിക് റിസർവ് ആൻഡ് ജനറൽ റിസർവ്, ഇങ്ങനെ രണ്ടായിട്ട് റവന്യൂ റിസർവുകളെ നമുക്ക് തരംതിരിക്കാം. എന്താണ് സ്പെസിഫിക് റിസർവ്? റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഈസ് കാൾഡ് സ്പെസിഫിക് റിസർവ്. റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഈസ് കാൾഡ് സ്പെസിഫിക് റിസർവ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന റിസർവിനെയാണ് സ്പെസിഫിക് റിസർവ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന റിസർവിനെയാണ് സ്പെസിഫിക് റിസർവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മുതലായവ ഇതിൻ്റെ എക്സാമ്പിളാണ്. എന്താണ് സ്പെസിഫിക് റിസർവ്? പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന റിസർവിനെയാണ് സ്പെസിഫിക് റിസർവ് എന്ന് പറയുന്നത്. എന്താണ് ജനറൽ റിസർവ്? റിസർവ്സ് created out of revenue profit for strengthening the financial position of the business and for meeting any future contingencies are called general reserve. Reserve created out of revenue profits for strengthening the financial position of the business and for meeting any future contingencies are called general reserve. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രബലപ്പെടുത്തുന്നതിനും ഭാവിയിലെ അത്യാഹിതങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന റിസർവിനെയാണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രബലപ്പെടുത്തുന്നതിനും ഭാവിയിലെ അത്യാഹിതങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന റിസർവിനെയാണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. ദേ ആർ ആൾസോ കാൾഡ് ഫ്രീ റിസർവ്. ഇവയെ ഫ്രീ റിസർവ് എന്നും വിളിക്കുന്നു. ജനറൽ റിസർവിൻ്റെ മറ്റൊരു പേരാണ് ഫ്രീ റിസർവ്. ഫ്രീ റിസർവ്. ഇനി എന്താണ് ക്യാപിറ്റൽ റിസർവ്? വാട്ട് ഈസ് ക്യാപിറ്റൽ റിസർവ്? റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് are called capital reserve. Reserves created out of capital profits are called capital reserves. Capital profitൽ നിന്നും ഉണ്ടാക്കുന്ന റിസർവിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന റിസർവിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്? It is the profit earned from the non-trading operations of a business. It is the profit earned from the non-trading operations of a business. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ കച്ചവടേതര പ്രവർത്തനങ്ങളിൽ നിന്നും നേടുന്ന ലാഭമാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്.
ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ കച്ചവടേതര പ്രവർത്തനങ്ങളിൽ നിന്നും നേടുന്ന അല്ലെങ്കിൽ കരസ്ഥമാക്കുന്ന ലാഭമാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. It cannot be utilized for the dividend distribution among the shareholders. Capital resource cannot be utilized for the dividend distribution among the shareholders. ഓഹരി ഉടമകൾക്കിടയിൽ ഡിവിഡൻഡ് വിതരണത്തിന് വേണ്ടി ഈ ക്യാപിറ്റൽ റിസർവ് വിനിയോഗിക്കാൻ സാധിക്കില്ല. Capital resource cannot be utilized for the dividend distribution among the shareholders. ഓഹരി ഉടമകൾക്കിടയിൽ ഡിവിഡൻഡ് ലാഭവിഹിത വിതരണത്തിന് വേണ്ടി ക്യാപിറ്റൽ റിസർവ് വിനിയോഗിക്കാൻ സാധിക്കില്ല. It can be used for writing off capital loss or issue of bonus shares in case of a company. It can be used for writing off capital losses or issue of bonus shares in case of company. ക്യാപിറ്റൽ ലോസുകൾ എഴുതിത്തള്ളുന്നതിനും അല്ലെങ്കിൽ ബോണസ് ഷെയറുകൾ നൽകുന്നതിനും വേണ്ടി ക്യാപിറ്റൽ റിസർവ് വിനിയോഗിക്കാം. ക്യാപിറ്റൽ ലോസ് എഴുതിത്തള്ളുന്നതിനും അല്ലെങ്കിൽ ബോണസ് ഷെയറുകൾ നൽകുന്നതിനും ക്യാപിറ്റൽ റിസർവ് ഉപയോഗിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ക്യാപിറ്റൽ റിസോഴ്സിൻ്റെ എക്സാമ്പിൾ? ക്യാപിറ്റൽ റിസോഴ്സിൻ്റെ എക്സാമ്പിൾ ഏത്? ഒന്ന്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്. ഫിക്സഡ് അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള ലാഭം. ആ ലാഭത്തെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് കണക്കാക്കുക. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, ഫിക്സഡ് അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള ലാഭം. പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്, സ്ഥിര ആസ്തിയുടെ പുനർമൂല്യനിർണ്ണയത്തിന്മേലുള്ള ലാഭം. ഫിക്സഡ് അസറ്റിൻ്റെ പുനർമൂല്യനിർണ്ണയത്തിന്മേലുള്ള ലാഭം. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, രജിസ്ട്രേഷന് മുമ്പുള്ള ലാഭം, രജിസ്ട്രേഷന് മുമ്പുള്ള ലാഭം, രജിസ്ട്രേഷന് മുമ്പുള്ള ലാഭം. പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്, പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്, കണ്ടുകെട്ടിയ ഷെയറുകളുടെ പുനർനൽകലിന്മേലുള്ള ലാഭം, കണ്ടുകെട്ടിയ ഷെയറുകളുടെ പുനർനൽകലിന്മേലുള്ള ലാഭം. ഇതെല്ലാമാണ് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ എക്സാമ്പിൾ. എന്താണ് ക്യാപിറ്റൽ റിസർവ്? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന റിസർവിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ കച്ചവടേതര പ്രവർത്തനങ്ങളിൽ നിന്നും നേടുന്ന ലാഭമാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ റിസർവ് ഓഹരി ഉടമകൾക്കിടയിൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ലാഭവിഹിത വിതരണത്തിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കില്ല. അതേസമയം ക്യാപിറ്റൽ ലോസുകൾ എഴുതിത്തള്ളുന്നതിനും ബോണസ് ഷെയറുകൾ നൽകുന്നതിനും ഇത് വിനിയോഗിക്കാം. ഏതെല്ലാമാണ് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ എക്സാമ്പിൾ? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ്. ഫിക്സഡ് അസറ്റിൻ്റെ വിൽപ്പനയിന്മേലുള്ള ലാഭം, സ്ഥിര ആസ്തിയുടെ പുനർമൂല്യനിർണ്ണയത്തിന്മേലുള്ള ലാഭം, രജിസ്ട്രേഷന് മുമ്പുള്ള ലാഭം, അതുപോലെ തന്നെ കണ്ടുകെട്ടിയ ഷെയറുകളുടെ പുനർനൽകലിന്മേലുള്ള ലാഭം. ഈ വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കാണുക. അതിനുശേഷം ഈ കാര്യങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.